എന്താണ് പുറത്തിറങ്ങിയ പ്ലാൻ? ഇനി ഇറങ്ങിയിട്ട് കുറച്ച് എന്താ പറയാ, വീണ്ടും ഓഫീസ് പോവോ? ഇല്ല കുറച്ച് ഗ്യാപ്പ് എടുക്കണം. ഒന്ന് പട്ടായിലൊക്കെ പോണം. 3 മാസത്തിൽ കൂടുതലൊക്കെ ലീവ് കിട്ടുന്ന കമ്പനി ഉണ്ടോ ഇവിടെ? 3 മാസം പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. 86 days. Yes. What do you feel? അൺഎക്സ്പെക്ടഡ് ആയിരുന്നു ഇത്ര നിൽക്കുമെന്ന്. കാരണം നിൽക്കുന്നോ? ഇത്ര നിൽക്കുന്നു. Okay, ഈ കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? പ്രതീക്ഷയില്ല എത്ര നിൽക്കാൻ പറ്റുന്നു. കാരണം പുറത്ത് ഓൾറെഡി ഹേറ്റഡ് ആണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് എനിക്ക് ആദ്യം നമ്മൾ കണ്ടപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യമുണ്ട്. ബിഗ് ബോസിൽ വരുന്നത് വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല. ഇറ്റ്സ് നോട്ട് മണി, ഇറ്റ്സ് നോട്ട് ഫെയിം. എന്തോ എങ്ങനെ യു വോണ്ട് നിങ്ങളുടെ എക്സിസ്റ്റൻസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആൾക്കാരോട് എന്തൊക്കെയോ പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ പറഞ്ഞു. അതൊക്കെ എന്താണ് ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ നടക്കുക. അപ്പൊ അതും ഞങ്ങളുടെ കൊണ്ടിട്ട് ചേഞ്ച് വന്നിട്ടാവുന്ന തോന്നുന്നു. തോന്നുന്നു ഒരു കോൺഫിഡൻസ് ഇല്ല. കോൺഫിഡൻസ് ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നണേ. നമ്മളും ശരിക്കും തയ്യാറെടുക്കേണ്ടിയിരിക്കുന്നു. അത് അത്യാവശ്യമാണ്. പിന്നീട് അനുവിന്റെ സൈഡിൽ നിന്നും കുറച്ച് അവിടെ ഇവിടെ ഡ്രാമ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മളെ പുറകെ നടത്തിക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ. നിനക്കും അസൂയില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. അതായത് തെറ്റുക, നമ്മൾ പുറകെ പോവുക, അങ്ങനത്തെ ഒരു ഇത് അല്ല ഇങ്ങോട്ട് വരുന്ന ഒരു സംഗതിയില്ല. പക്ഷെ എനിക്ക് അവളെ ആസ് എ ഫ്രണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ പുറകെ പോയിട്ടൊക്കെ ഉണ്ട്, നിരക്കാക്കും. ഞാനായിട്ട് അങ്ങനെ ബലം പിടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇല്ല, ആരെങ്കിലും ഒരാൾ ചെല്ലണ്ടേ. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? എന്തായിരുന്നു ആര്യന്റെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ലേ? എന്തായിരുന്നു ആദ്യം ഇഷ്യൂ ഉണ്ടായിരുന്നു, നമ്മൾ ഇന്ന് പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ ചെയ്തിട്ടൊന്നുമില്ല. അവൻ ജസ്റ്റ് ഇങ്ങനെ കളിക്ക്. നമ്മളിപ്പോ മായമോഹിനി ആയപ്പോഴൊക്കെ ഞാൻ അവന്റെ വയറ്റത്ത് നിന്നുള്ളേ, നമ്മൾ അങ്ങനെ ഒരു വൈബ് ഉണ്ട്. ഹയറാണ് ഇവിടെ പ്രശ്നം. താൻ ആളൊരു തട്ടിപ്പ് വെട്ടിപ്പ് വീരനാണെന്ന് നേരത്തെ എനിക്ക് മനസ്സിലായി. ഹേർട്ട് ചെയ്ത മൊമെന്റ് റീസെന്റ് ആയിട്ട് അനുവായിട്ടുണ്ടായിരുന്നു. അവള് ഒരു സംഭവം പറഞ്ഞത് ഭയങ്കരമായിട്ട് ഹേർട്ടായി. അതായത് അവളുടെ എന്തോ കണ്ടിട്ടാണ് ഞാൻ നൂറെ അവളോട് കൂടിയത്. അങ്ങനെ ബെസ്റ്റ്. എനിക്ക് തോന്നുന്നു ആദിലയും നൂറയും അകത്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കുറെ ഇൻഹിബിഷൻസും മുൻവിധികളും കുറച്ച് കോംപ്ലക്സുകളും ഒക്കെ വെച്ചിട്ടാണല്ലോ നിങ്ങൾ അകത്ത് പോയത് അല്ലെ? എന്തായാലും നിന്നെ ഇനി ഇവിടെ വെച്ച് പൊറപ്പിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതിലെ ഡ്രാമ ക്വീൻ ആരാ? അനുമോൾ. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. ഡ്രാമ കിങ് ആരാ? ഷാനവാസ്. ഷാനവാസ്. നിങ്ങൾ ഭയങ്കര കമ്പനിയല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. സിസ്റ്റർ എനിക്ക് നല്ലൊരു ബ്രദർലി സാധനം പുള്ളിനോട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടോ? അത് ആ ഡ്രാമയിൽ അത് പോയോ? അവളെ എനിക്ക് ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളൊരു സംഗതി ഉണ്ട്. എന്തോ അവൾക്ക് മേ ബി അവളെ ടേക്ക് കെയർ ചെയ്യാൻ അറിയായിരിക്കും. പക്ഷെ എനിക്കൊരു സംതൃപ്തി, ഞാൻ ടേക്ക് കെയർ ചെയ്യുവാണ്. ആക്ച്വലി ആരെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത്? എന്തിനാടാ ചെക്കനെ വെറുതെ ഇട്ട് മൂപ്പിക്കണത്? ബീരാ നല്ല നാല് പട കിട്ടിയ ആരാളും നന്നാവും.